ജൂൺ 17 രാവിലെ ബംഗാളിൽ ഗുഡ്സ് ട്രെയിൻ കാഞ്ചൻജംഗ എക്സ്പ്രസുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 10 മനുഷ്യജീവനുകളാണ് നഷ്ടപ്പെട്ടത്. രാജ്യത്ത് റെയിൽവേ ആധുനികവൽക്കരണത്തിന്റെയും മുഖം മിനുക്കലിന്റെയും പാതയിൽ മുന്നോട്ടു പോകുമ്പോഴും അടിക്കടിയുണ്ടാവുന്ന ട്രെയിൻ അപകടങ്ങൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. വിഷയത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ റെയിൽവേ മന്ത്രാലയത്തിനും കേന്ദ്ര സർക്കാരിനും കഴിയില്ലെന്ന ആരോപണം ശക്തമാവുന്നതിനിടെ പരിഹാര നടപടികളിലേക്ക് കടന്ന് റെയിൽവേയിൽ ലോക്കോ പൈലറ്റുമാരുടെ എണ്ണത്തിലുള്ള കുറവാണ് പ്രധാന പ്രശ്നമെന്ന കണ്ടെത്തലിന് തുടർന്ന് ദക്ഷിണ റെയിൽവേയിൽ 726 പേരെ അടിയന്തരമായി നിയമിക്കാനാണ് റെയിൽവേ ബോർഡ് ഉത്തരവിറക്കുന്നത്. രാജ്യത്താകമാനം 18,799 ഒഴിവുകളാണ് നികത്താനുള്ളത്. തുടർച്ചയായി നൈറ്റ് ഷിഫ്റ്റുകൾ എടുക്കേണ്ടി വരികയും ഒപ്പം പലപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസം കിട്ടേണ്ട അവധി പോലും എടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടെന്ന് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ലോക്കോ പൈലറ്റുമാർ പരാതി പറഞ്ഞിരുന്നു. അതോടൊപ്പം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാരുടെ ഒഴിവുകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 218 നിന്ന് 508 ഉയർത്തിയിരിക്കുന്നത്. ലോക്കോ പൈലറ്റുമാരുടെ ഒഴിവുകൾ നിയമനം വേഗത്തിലാക്കാൻ ആവശ്യമായ നടപടികൾ വേഗത്തിലാക്കണമെന്ന് വിവിധ റെയിൽവേ സോണുകൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പലപ്പോഴും അപകടമുണ്ടായാൽ ഉത്തരവാദിത്വവും ആരോപണങ്ങളും മുഴുവൻ ലോക്കോ പൈലറ്റുമാർക്ക് നേരെ മാത്രമാണെന്നും എന്നാൽ യാഥാർത്ഥ്യം അതല്ലെന്നുമാണ് ലോക്കോ പൈലറ്റുമാരുടെ സംഘടന പറയുന്നത്. ബംഗാളിൽ അപകടമുണ്ടായപ്പോൾ ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റാണ് ഉത്തരവാദിയെന്നും ഇയാൾ സിഗ്നൽ തെറ്റിച്ചതിനാലാണ് അപകടമുണ്ടായതെന്നുമാണ് റെയിൽവേ ബോർഡ് സിഇഒ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത്. എന്നാൽ സ്റ്റേഷൻ മാസ്റ്റർ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലോക്കോ പൈലറ്റ് സിഗ്നൽ മറികടന്നതെന്ന് പിന്നീട് തെളിഞ്ഞിരുന്നു. 2023 ഏപ്രിൽ മുതൽ രാജ്യത്തുണ്ടായ ട്രെയിൻ അപകടത്തിലെ കണക്ക് പരിശോധിച്ചാൽ എല്ലാ ലോക്കോ പൈലറ്റുമാരും 14 മണിക്കൂർ അധികം ഡ്യൂട്ടി ചെയ്ത ശേഷം ജോലിയിൽ തുടർന്നപ്പോഴാണ് അപകടങ്ങളുണ്ടായെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയാണ് പുതിയ ട്രെയിനുകൾ പുറത്തിറക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുമ്പോഴും രാജ്യത്ത് ട്രെയിൻ അപകടങ്ങളിൽ യാതൊരു കുറവും സംഭവിക്കുന്നില്ല എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കൂട്ടിയിടി ഒഴിവാക്കാൻ കവച സംവിധാനം വ്യാപകമാകുന്നതായി റെയിൽവേ അറിയിക്കുമ്പോഴും അപകടങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടാകുന്നില്ല. പശ്ചിമ ബംഗാളിൽ അവസാനമായി സംഭവിച്ച ട്രെയിൻ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണങ്ങളടക്കം റെയിൽവേ പരിശോധിക്കാതെ അപകടത്തിൽ മരിച്ച ലോക്കോ പൈലറ്റിന്റെ പിഴവാണെന്ന് ചൂണ്ടിക്കാണിക്കാനാണ് അധികാരികൾ ശ്രമിക്കുന്നത്. മുൻകാലങ്ങളിൽ ഉണ്ടായ അപകടങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ അന്വേഷണ കമ്മീഷനുകൾ കണ്ടെത്തുകയും പരിഹാര നടപടികൾ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും റെയിൽവേ ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU സംസ്ഥാന പ്രസിഡന്റ് RG പിള്ള പറഞ്ഞു. റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആവശ്യത്തിന് ജീവനക്കാരെ കേന്ദ്ര സർക്കാർ നിയമിക്കാത്തതെന്നും യൂണിയൻ നേതാക്കൾ പറഞ്ഞു. 4.5 ലക്ഷത്തോളം ഒഴിവുകളാണ് സുരക്ഷാ ജോലികളിലടക്കം റെയിൽവേയിൽ നികത്താനുള്ളത്. അതേസമയം രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന ട്രെയിൻ അപകടങ്ങൾ ഉയർത്തുന്ന ആശങ്കയിൽ മോദി സർക്കാരിനോട് 7 ചോദ്യങ്ങളുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്തെത്തി. അപകടങ്ങളുടെ ഉത്തരവാദിത്തം റെയിൽവേ മന്ത്രിക്കാണോ പ്രധാനമന്ത്രിക്കാണോ എന്നും വ്യക്തമാക്കണമെന്നും ഖാർഗെ ആവശ്യപ്പെട്ടു. പ്രധാനമായും 7 ചോദ്യങ്ങളാണ് കോൺഗ്രസ് ഉയർത്തിയത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.